അങ്ങനെ ദേ പതിവ് പോലെ ഡാഡി ദേ രാവിലെ പാല് കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഡാഡി വന്നത്. അപ്പം ഇന്ന് കറിയിൽ കുറേ ദിവസമായി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മാങ്ങ ഇങ്ങനെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കറി വയ്ക്കാൻ എപ്പോഴും പൊട്ടിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ ഇന്നാണ് അതിനൊരു അവസരം വന്നത്. അങ്ങനെ ഡാഡിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഡാഡി ദേ പോയി. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് കുറച്ചധികം നേരത്തെ എഴുന്നേറ്റു. ഇന്ന് എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഗ്രേസ് സ്കൂളില്ല അന്ന്. ഗ്രേസ് സ്കൂളിൽ പോകണ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം. ഉച്ചയ്ക്കത്തേക്ക് വരെയുള്ള എല്ലാ പണികളും ഫുൾ തീർക്കണം എന്നാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇന്ന് എണീറ്റപ്പോൾ തന്നെ പാവയ്ക്കക്കറി വയ്ക്കാൻ, പാവയ്ക്കും മാങ്ങയും കൂടി കറി വയ്ക്കാനായിരുന്നു പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പാവയ്ക്ക അരിഞ്ഞ് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഇഞ്ചിയും പിന്നെ സവോളയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ടിപ്പോൾ നേരം ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ ലൈറ്റും സൂര്യൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മാങ്ങ പൊട്ടിക്കാണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഉറക്കുക. അപ്പോൾ മാങ്ങ പൊട്ടിച്ചത് ഞാൻ ദേ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ദേ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ചട്ടിയിൽ കൊള്ളുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മൺചട്ടിയിൽ അങ്ങനെ കറി വെക്കാൻ തിരുമ്മി ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പം ചെയ്യണില്ല, ഇനി തേങ്ങയൊക്കെ പൊതിച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊക്കെ എടുക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫസ്റ്റ് കറിക്കുള്ളത് ആദ്യം റെഡിയാക്കിയിട്ടാണ് ഞാനിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത് കേട്ടോ. എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിനൊന്നല്ല എഴുന്നേൽക്കണേ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടാണ് എണീക്കാറ്. ഇന്നലെ ആണെങ്കിൽ നേരത്തെ എണീച്ചാലേ നേരത്തെ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ ഇച്ചിരി നേരത്തെയാണ് ഉറങ്ങിയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് പിന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി മുട്ട വെച്ചു കുക്കറിൽ, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ഇനി ഒരു വിസിൽ പോയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാൻ ചോറ് വെച്ചായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെന്തു ഇറക്കി വെച്ചു. ഇത് ചായക്കുള്ള പാലും ബാക്കിയുള്ള പാല് കാച്ചാനൊക്കെ വെക്കുകയാണ്. നോർമലായിട്ട് ഞാൻ ഡെയിലി എൻ്റെ അടുക്കളയിൽ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ. അപ്പോൾ ഇന്ന് ചായ അല്ല കേട്ടോ, ഇന്ന് കാപ്പിയാണ് വെക്കണത്. അപ്പോൾ അപ്പാപ്പയുള്ള പാത്രങ്ങൾ അപ്പാപ്പ കഴുകിയാൽ പെട്ടെന്ന് പണികൾ തീരുമല്ലോ. അപ്പോൾ പിന്നെന്താ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട കറിയും അതുപോലെ തന്നെ ചപ്പാത്തി അതുണ്ടാക്കാനാണ് പ്ലാനിങ്. കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. എപ്പോഴും ചോറും കഞ്ഞിയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ചപ്പാത്തി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്ക് പുറത്തുനിന്ന് മേടിക്കും. ഓരോ സാഹചര്യം അനുസരിച്ചാണല്ലോ ഓരോന്ന് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നോർമൽ വാട്ടർ ഒഴിച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പം തന്നെയാണ് കേട്ടോ, ഞാൻ കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാനുള്ള ടൈമില്ല. കാരണം ഒരു 8:30 ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം. അടുക്കളയിലത്തെ പണികളൊക്കെ 8:30-9 മണിക്കുള്ളിൽ അങ്ങനെയൊക്കെ തീർക്കണം. അപ്പം അമ്മയ്ക്ക് മധുരമില്ലാത്ത ചായ മാറ്റി വെച്ചിട്ട് എനിക്ക് കാപ്പി സണ്ണചാരനുള്ള കാപ്പിക്ക് ഇതേ മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. സണ്ണചാരൻ ഉറങ്ങിയപ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ ഇനി പിള്ളേരും അവർ ഒരുമിച്ച് എണീറ്റോളും. കാപ്പി അവിടെ ഒഴിച്ച് എനിക്കുള്ളത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഓരോ ഉണ്ടകളായിട്ട് എടുത്ത് വയ്ക്കുക, പരത്ത വേഗം റെഡിയാക്കാം. മുട്ടക്കറി ആണെങ്കിലും സിമ്പിളായിട്ട് കുക്കറിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം പണികൾ വേഗം തീർക്കാൻ വേണ്ടി. ശരിക്കും നമുക്ക് പ്ലാനിങ്ങോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പ്ലാനിങ്ങിക്കൂടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചപ്പാത്തി പരത്താനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി, നെയ്യൊക്കെ എടുത്ത് വെച്ചു, എല്ലാം റെഡിയാക്കി ഇനി പരത്താൻ പോവാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരണുണ്ടോ എനിക്കറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. ചില ദിവസം ഉണ്ടാവില്ല, ചില ദിവസം ഉണ്ടാവുമെങ്കിൽ കറക്റ്റായിട്ട് ഇന്ന ദിവസം ഇന്ന നേരം വരുന്നു പറയാറായിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കുറേ പേര് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെന്നറിയാം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചപ്പാത്തി പരത്തൽ തുടങ്ങി. ഇതേ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി നമ്മുടെ കാസറോളിൽ ഇട്ടതിന് ശേഷമാണ് നെയ്യ് അതുമ്മേക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി കൂടുതൽ, ആദ്യത്തിൽ കുറച്ച് കൂടുതലിടും, ആദ്യത്തിൽ തന്നെയല്ല ഇച്ചിരി കൂടുതൽ നെയ്യ് ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വൺ സൈഡിൽ തേക്കണുള്ളൂ. കാരണം അടുത്തതും കൂടി അതിൻ്റെ മുകളിലിടുമ്പോൾ ഇതുമേന്ന് അടിയിലത്തെ ചപ്പാത്തിമേന്ന് മുകളിലത്തെ ചപ്പാത്തിമേക്ക് ചെറിയ രീതിയിൽ നെയ്യ് പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ മാത്രം ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഇപ്പം തന്നെ കഴിക്കാൻ പോണതായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ സൂക്ഷിക്കും, രാത്രിക്കോ അങ്ങനെയൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി കണക്കാക്കി ഒരു നേരത്തേക്ക് കണക്കാക്കി അങ്ങനെയാണ് ഞാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് അങ്ങനെ കുഴച്ച്. സ്റ്റീവനാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി. കുറേ ഒന്നും കഴിക്കില്ല, എന്നാലും കൊച്ചിൻ്റെ ഒരു ഇതിൽ അവനിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ മാറ്റി വെച്ചു. ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ വേഗം കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സന്നജാനൊക്കെ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞ് അവിടെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറി ഇന്ന് കുക്കറിലാണ് വെക്കണേ. കുക്കറിൽ ഉരുളക്കിഴങ്ങും തക്കാളിയും സവോളയും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇന്ന് മുളക് പൊടി ഇടണില്ല, പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ. മുളക് പൊടി ഇടാണ്ട് നല്ല നാടൻ മുളക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രത്തിൽ അങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കണേ. പിന്നെ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്കും തേങ്ങാപ്പാൽ പിഴിയണുണ്ട്. കാരണം ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമുക്ക് ചാറ് പോലെ വേണമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങയും മറ്റേ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയിലേക്കുള്ള തേങ്ങയും കൂടി ഇനി പൊതിച്ച് ചിരവി എടുക്കണം. തേങ്ങ ഇവിടെ ഇരിപ്പില്ല, നമ്മുടെ പറമ്പിൻ്റെ അവിടേക്ക് പോയിട്ട് വേണം എടുത്തിട്ട് വരാൻ. അപ്പോൾ ഇതൊന്ന് വേവിക്കാനൊക്കെ വെച്ചിട്ട് പോവാം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടിയും കുറച്ചിട്ടു. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിട്ട ഇത് മെയിനായിട്ട് ഗ്രേസ് ഉരുളക്കിഴങ്ങ് പ്രിയ ആയതുകൊണ്ടും സ്റ്റീവും ഇപ്പോൾ ചെറിയ രീതിയിൽ ഉരുളക്കിഴങ്ങിനോടുള്ള പ്രിയം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങാണ് ഗ്രേസിന് മിക്ക ആഴ്ചകളിലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം ചെറിയ രീതിയിലുണ്ടാവും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. അപ്പം ഇനി നമ്മൾ കുക്കറിൽ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മാങ്ങയാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടിക്കുകയാണ് ആദ്യത്തെ മാങ്ങയാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. നമ്മുടെ ബാക്കിലത്തെ പറമ്പിൽ പോയിട്ട് മാങ്ങ പൊട്ടിച്ചുകൊണ്ട് വരാറുള്ളത്. കുറേ മാങ്ങ പൊട്ടിച്ചിട്ട് വരും, പഴുത്ത മാങ്ങ വീഴും, ആ മാങ്ങ പറിച്ച് തിന്നതൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. മുമ്പത്തെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ പണ്ടത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അത്രയും മാങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും അത്ര വലിയ മാങ്ങയൊന്നും ഇല്ല ഇപ്പോൾ. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയായി മാറി. ഇനിയൊക്കെ അത്രയും മാങ്ങയൊക്കെ അതുമ്പോൾ കാണണമെങ്കിൽ വീഡിയോസ് എടുത്ത് നോക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം അത്രയും മാങ്ങയൊന്നും ഇപ്പം ഇല്ല.
അപ്പോൾ ഫ്രണ്ടിലത്തെ ആണെങ്കിലും മാവ് അത്രയും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ മാങ്ങ കിട്ടണില്ല. ചെറുതായിട്ടൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും അത് വാടി വീഴുക, അങ്ങനെ എന്തോ ഇതിനൊരു പ്രശ്നമുണ്ട് മാവിന്. അപ്പോൾ എന്തായാലും ഈ മാങ്ങ നല്ല അടിപൊളിയായിരുന്നു. ഈ പരുവത്തിൽ പൊട്ടിച്ച് അച്ചാറിടുകയെ കറി വെക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഫ്രണ്ടിലത്തെ മാവിന്മയാണെങ്കിൽ അതിന് മാത്രമുള്ള മാങ്ങയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാനത് വേവിക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് തുണി എണീച്ചപ്പോൾ തന്നെ നേരെ വാഷിംഗ് മെഷീനിൽ തുണി കിടന്ന സമയത്ത് ഞാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇതിനെ എഴുന്നേറ്റിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ച് അങ്ങനെ ഓണാക്കി അങ്ങനെ തുണി കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വേഗം അതൊന്ന് വിരിച്ചിട്ടാണ് വെയിലൊക്കെ വരണേക്കാൾ മുമ്പ്. കാരണം ഭയങ്കര അൺസഹിക്കബിൾ വെയിലെന്ന് പറയുന്നത് അത്രയും വെയിലാണ്, ചൂടാണിപ്പോൾ. അപ്പോൾ ഇനി വേഗം വേഗം പണികളൊക്കെ ഇപ്പോൾ നമ്മുടെ തീർന്ന നല്ല വെയിലാവുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് വെയിലടിച്ചാൽ അപ്പോഴേക്കും നമ്മുടെ തുണികൾ ഒക്കെ ഉണങ്ങും, അത്രയും വെയിലാണ്. അപ്പോൾ ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തേങ്ങ എടുക്കാൻ വന്നു. അപ്പോൾ 2 തേങ്ങ നമ്മുടെ കറിക്ക് വേണ്ടി, 2 തേങ്ങ ഫുള്ളായിട്ട് വേണ്ട, നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിക്ക് 1 തേങ്ങ ഫുള്ള് എടുക്കും. പിന്നെ നമ്മുടെ മുട്ടക്കറി ഞാൻ അതിന് മാത്രമുള്ള കറിയൊന്നും ഉണ്ടാക്കണില്ല, ഒരു നേരത്തേക്ക് ജസ്റ്റ് അങ്ങനെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ഒരു മുറി തേങ്ങ എടുക്കണുള്ളൂ. ഒരു മുറി തേങ്ങയല്ല, സോറി പറഞ്ഞത് തെറ്റിപ്പോയി, 2 മുറി തേങ്ങ എടുക്കണുണ്ട്. ഫ്രിഡ്ജിലൊരു മുറിയുണ്ട്, ആ മുറി മീൻ മുറി ഫ്രഷ് ആയിട്ട് ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും. അങ്ങനെയായിരുന്നു കേട്ടോ എടുത്ത്, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കണുണ്ട്. ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു, ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഫസ്റ്റ് വിചാരിച്ചത് 1 മുറി തേങ്ങ മതി എന്നാ, പിന്നെ തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്നുള്ള തേങ്ങമുറി എടുത്തായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ തേങ്ങ പൊതിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ആശ്രയിക്കാണ്ട് ചെയ്യാം. സന്നിധാനം ഞാൻ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ചില ദിവസങ്ങളൊക്കെ തേങ്ങ പൊതിച്ചായോ വെട്ടിത്തായോ സന്നിധാനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പറയും തേങ്ങ പൊതിച്ചാൽ വെട്ടിത്താലും. ഇപ്പോൾ സന്നിധാനം ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതെന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, മാക്സിമം ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ നോക്കും. എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ അടുക്കള ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് പൊതിച്ചതാ, തേങ്ങ ഒന്ന് ചിരവിത്ത, അങ്ങനെയൊക്കെ പറയും. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് വേഗം ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഗ്രേസും സ്റ്റീവ് എഴുന്നേൽക്കണേക്കാവും എൻ്റെ പണികളൊക്കെ തീർക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യം മുട്ടക്കറിക്കുള്ള തേങ്ങ ആണ് ഞാൻ ചിരവിയിട്ട് വേഗം അരച്ചെടുത്തു. അപ്പോൾ അത് കുക്കറിൽ രണ്ടാമത്തെ പാലൊക്കെ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ആദ്യത്തെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ അത് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ തേങ്ങാപ്പാൽ, ആദ്യത്തെ തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ പാവയ്ക്കയും മാങ്ങയും കൂടെ അതൊന്ന് നല്ലോണം വറ്റിച്ചെടുക്കാൻ പോവാണ്. കുറേ ഒന്നും ഒഴിക്കണില്ല തേങ്ങാപ്പാൽ. ഇപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒന്ന് ജസ്റ്റ് നെഗല മാത്രമേ ഒഴിക്കണുള്ളൂ, കാരണം അത് കുറേ ചാറൊന്നും വേണ്ട. അപ്പോൾ കുറേ ചാറോടുകൂടി ഇപ്പോൾ നാളത്തേക്കൊന്നും അങ്ങനെ വെച്ചാൽ അങ്ങനെ കഴിക്കില്ല, അമ്മയൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 2 നേരത്തേക്കും കൂടി മാത്രം അങ്ങനെയാണെന്ന് വിചാരിക്കണം. ഒരു തേങ്ങാപ്പാലിലുള്ളൊരു കറി, കുറേ ചാറിലുള്ള കറിയല്ല, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് നല്ലോണം ഒന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പും ഇതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഉപ്പും ഞാൻ ഇടും കേട്ടോ, കാരണം കയ്പ്പുണ്ട് ചെറുതായിട്ട്, കയ്പ്പ് ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എന്നാലും ആ ഒരു പുളിയും ഉപ്പും കയ്പ്പും കൂടിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി പഞ്ചസാര അത്ര ഇടണുണ്ട്. എന്നാൽ ആ ഒരു കറിക്കൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ കുറച്ച് പഞ്ചസാര ഇടാറുണ്ട്, കുറേ അല്ല കേട്ടോ, മധുരം ഓവറായാലും വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി അങ്ങനെ വേവിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചു. ഇതിൽ നമ്മുടെ മുട്ടക്കറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പൊക്കെ നോക്കി ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെന്തതാണ് ഓൾറെഡി. എന്നാലും രണ്ടാമത്തെ തേങ്ങാപ്പാൽ തിളച്ച് വന്നപ്പോൾ തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അവിടെ കറി സെറ്റായി. പിന്നെ താളിച്ചിട്ടാൽ മതി. അപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട്
കറി അങ്ങനെ റെഡി ആയിട്ടാണ്. പിന്നെ ഇത് താളിച്ച് വെച്ചാൽ മാത്രമേ. ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടില്ല, കാരണം നല്ല നാടൻ മുളകായിരുന്നു ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല എരിവുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ടായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. ഗരം മസാല ഓൾറെഡി വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മസാല ഇട്ടു. അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡിയായി. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. കോഴിമുട്ടയും കൂടി പുഴുങ്ങിയത് ഒന്ന് പൊളിച്ച് പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയല്ലോ. അവർക്കുള്ള കാപ്പിയും റെഡിയാക്കിയിട്ടുണ്ട്, ഗ്രേസിനുള്ള പാലും എല്ലാം അവിടെ റെഡിയാണ്. ഇൻ കേസ് അവർ എണീറ്റാൽ പോലും എനിക്ക് പ്രശ്നമില്ല. സ്റ്റീവിൻ്റെ എടുത്തേക്ക് പോവുകയാണെങ്കിലും അവൻ്റെ ഇങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം അമ്മയ്ക്കാണെങ്കിലും തന്നെ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാവും. അപ്പോൾ ഈ പണികളൊക്കെ തീർന്നിട്ട് വേണം അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ബെഡ്ഷീറ്റ് മാറ്റലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാൻ. കാരണം രാവിലെ അമ്മ എല്ലാം ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണത് റൂമിൽ ബെഡിൽ തന്നെയാണ്. അപ്പോൾ മിക്ക ദിവസങ്ങളിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അങ്ങനത്തെ അമ്മയുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ആവുമ്പോൾ നമുക്ക് സ്പീഡിൽ നമ്മുടെ രാവിലത്തെ ഒരു എനർജിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റണ പോലെ ചെയ്യാൻ നോക്കും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ, ഒരു കളറിന് വേണ്ടി. എന്നുവെച്ചാൽ ആ ഒരു മഞ്ഞ നിറത്തിൽ ഇങ്ങനെ നിൽക്കാണ്ട് ഒരു ചുവപ്പും കൂടി വന്നു കഴിഞ്ഞാൽ കറി ഒരു ലുക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കറി പരിപാടികൾ അങ്ങനെ അവസാനിച്ചു. ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു, കാരണം എൻ്റെ പണികളൊക്കെ തീർന്നുല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പപ്പടം കൂടി വറക്കാൻ ഉള്ള പരിപാടിയാണ്. കാരണം അത് മാത്രമായിട്ട് എങ്ങനെ കഴിക്കണേ, മീൻസ് പാവയ്ക്കും ഇതും ഇനി ഉപ്പേരിയോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ല. ഇത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഇനി അച്ചാറൊക്കെ കൂട്ടി പപ്പടവും അതും കൂടി കൂട്ടി ഉച്ചയ്ക്ക് കഴിക്കാം എന്നാണ് എന്നെ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഇനി കുക്ക് ചെയ്യാൻ എനിക്ക് വയ്യ, അത്രയും മതി എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ പപ്പടം വറുത്തതോടുകൂടി ഞാൻ അടുക്കളത്തെ പണികളൊക്കെ അവസാനിക്കും. ഇന്ന് വേണമെങ്കിൽ സ്റ്റീവിന് പോളിയോ എടുക്കാൻ പോകണം. അപ്പോൾ അത് എൻ്റെ അടുക്കളത്തെ ക്ലീനിങ് ഫുൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം അമ്മയുടെ അടുത്ത് പോയി ഇനി അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അതിൻ്റെ കൂടെ ഞങ്ങളും കഴിക്കും. അപ്പോൾ ഇന്ന് സ്റ്റീവിന് പോളിയോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇനി ഗ്രേസിൻ്റെ എല്ലാവരോടും ഒരുമിച്ചാണ് പോണേ. അപ്പോൾ എല്ലാ പണികളൊക്കെ വേഗം തീർക്കണം. അപ്പോൾ ഉച്ചയാവുമ്പോഴേക്കും ഉച്ചയ്ക്ക് നല്ല വെയിലിന് മുമ്പ് പോയി വരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്ത് അഭിപ്രായങ്ങളാണ് പറയാൻ, നിങ്ങളുടെ ഡെയിലി ലൈഫിന് ഞങ്ങൾ എന്ത് അഭിപ്രായമാണ് പറയാനെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. കമൻസ് ഒന്നും പറയാനില്ലെങ്കിൽ പറയണ്ട, എനിക്ക് നിർബന്ധം. മീൻസ് എനിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യുമോ അഭിപ്രായങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറയണത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ചെയ്യാനിങ്ങനെ മടിച്ച് നിൽക്കണവരുണ്ട്. അപ്പോൾ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയും ഒക്കെയുള്ള കറി കൂട്ടി ഞങ്ങളുടെ ഫുഡ് കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. ഗ്രേസും സ്റ്റീവനൊക്കെ റെഡിയാക്കി എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങളത് പോളിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സന്നചേട്ടൻ വണ്ടിക്ക് എടുത്തു. അപ്പോൾ ഞങ്ങളുടെ അംഗനവാടിയിലാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ അടുത്ത് സന്നചേട്ടൻ്റെ അംഗനവാടി. സന്നചേട്ടൻ അവിടെയാണ് അംഗനവാടിയിൽ പഠിച്ചായിരുന്നത്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പുമാവ് കിട്ടിയ കഥയും അങ്ങനെ എപ്പോഴും ഓരോ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തി. ഞാനും ഗ്രേസൂട്ടിയും സ്റ്റീവും കൂടി പോവാണ്. ചേച്ചിപ്പെണ്ണ് സ്റ്റീവിന് മരുന്ന് കൊടുക്കണത് കാണാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, എനിക്കും കാണണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൈമൊരു മാർക്കൊക്കെ ചെയ്ത് തന്ന് ഞങ്ങളിത് തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള എൻ്റെ ലൈഫിലത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങളും എൻ്റെ കുക്കിങ്ങും ഇതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ.
അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോണത് അഷ്ടമിശ്രയ്ക്കാണ്. അഷ്ടമിശ്രയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും, നല്ല ചൂടാണ്, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.